ഇന്നത്തെ വീഡിയോ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മടക്ക് പോളിയാണ്. ചിലയിടങ്ങൾ ഇതിനെ മടക്ക് സാധനം എന്ന് പറയുന്നുണ്ട്. കാണുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നുമെങ്കിലും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. ഇതിനായിട്ട് ഞാൻ 1 സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രിസർവേറ്റീവ്സോ കളറൊന്നും വേറെ ആഡ് ചെയ്യുന്നില്ല. അതിനായിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതാവുമ്പം കുറച്ച് ഹെൽത്തി ആയിരിക്കും. അതിലേക്ക് പിന്നെ നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാരയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് കലക്കി എടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്ത് വേണേ നമ്മളൊന്ന് കലക്കി എടുക്കാനായിട്ട്. ഇനി ഇതാ നല്ല രീതിയിൽ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് മൈദാമാവാണ് വേണ്ടത്. മൈദാമാവ് ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ റൈസ് പൗഡറാണ് എടുത്തേക്കുന്നത്. ഇത്രയും റൈസ് പൗഡർ വേണ്ട, നമുക്ക് 1 സ്പൂൺ അളവിൽ റൈസ് പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ മടക്ക് പോളിക്ക് നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കലക്കി വെച്ച ആ ഒരു വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കണം. ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാവേ. ഞാനിപ്പോൾ ആ എടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത്. നമുക്ക് ആ മഞ്ഞൾപ്പൊടി എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ആ പഞ്ചസാരയോ അല്ല, അന്നേരം നമുക്ക് ഇതിൽ പഞ്ചസാര പാനി ചേർക്കാതെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബോളി കഴിക്കാവുന്നതാണ്. അതിന് ആ ഒരു ചെറിയ മാവിൽ തന്നെ ചെറിയൊരു മധുരം കാണുമേ. ഇതാ ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി രീതിയിൽ അങ്ങ് കുഴച്ചെടുക്കണ്ട. ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാവേ. ഇതാ അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞെടുത്തപ്പോൾ ഇതാ മാവൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അയച്ചെടുക്കാവേ. മാവ് ഒരുപാട് അങ്ങ് അയഞ്ഞു പോകരുതേ, എന്നാൽ നല്ല സോഫ്റ്റും ആയിരിക്കുകയും വേണവേ. ചപ്പാത്തിയുടെ പരുവത്തിൽ നന്നായി കുഴച്ച ശേഷമേ ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് തന്നെ കിട്ടുമേ നമ്മുടെ മാവ്. അങ്ങനെ ഇതാ നല്ല രീതിയിൽ അയച്ചെടുത്തിട്ടുണ്ട്. മാവ് നല്ല രീതിയിൽ ഇതാ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണേൽ നമുക്ക് എടുക്കാനായിട്ട്. ഇനിയാണ് നമ്മുടെ മടക്ക് പോളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. നമ്മൾ കുഴച്ച് വെച്ച മാവ് നല്ല കട്ടി കുറച്ച് വലിയ വട്ടത്തിൽ തന്നെ പരത്തിയെടുക്കണേ. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഇത്. നല്ല ക്രിസ്പി ആയിരിക്കുവേ. അതുപോലെ തന്നെ ഒരുപാട് തട്ടുകളോടുകൂടി തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുവേ. അങ്ങനെ ഞാൻ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണേൽ നമ്മളിതൊന്ന് പരത്തി എടുക്കാനായിട്ട്. കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമുക്കത് പരത്തി എടുക്കുമ്പോൾ തന്നെ നമ്മൾ സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും മാവ്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനും പരത്തി എടുക്കാനുമായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം നമുക്ക് എണ്ണ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാവേ. ഇതുപോലെ നമ്മളിപ്പം വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ തന്നെ തേച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല സൺഫ്ലവർ ഓയിലാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ നമുക്ക് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കണം ഓയിൽ നമ്മളൊന്ന് തടവി കൊടുത്തതിന് ശേഷം കൂടെ അല്പം നമുക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദാമാവോ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അരിപ്പൊടി ആകുമ്പോൾ നമ്മുടെ ബോളിക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുവേ. നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിലെ ലെയറുകളെല്ലാം ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മാവ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. നമ്മുടെ ബോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യുവേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തണവേ. ചെറിയ രീതിയിലൊന്ന് പരത്തി എടുക്കാവുള്ളൂ. ആ ഒരു കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരത്തി എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു വട്ട ഷേപ്പ് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഇത് മടക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അന്നേരം സൈഡെല്ലാം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ലെവലിൽ തന്നെ നമ്മളിതൊന്ന് പരത്തി എടുക്കണവേ. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ മടക്ക് ഇതുപോലെ നമ്മൾ മടക്കുമ്പോഴും അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അരിപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കണവേ. എന്നാൽ മാത്രമേ ആ ലെയർ കറക്റ്റിന് നമുക്ക് ഈ ബോളിയിൽ കിട്ടത്തോളേ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് അരിപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടെ നമുക്കൊന്ന് മടക്കി എടുക്കണവേ.
ഓരോ മടക്കിലും നമ്മൾ ഈ അരിപ്പൊടിയും ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടിപ്പോകത്തില്ലേ. നമ്മൾ ഓയിലിടുമ്പം തന്നെ ആ ഒരു ലെയർ നല്ല രീതിയിൽ തന്നെ വരികയും ചെയ്യുവേ. ഇതേ രീതിയിൽ തന്നെ വേണം നമ്മൾ എടുക്കാൻ. ഈ ഒരു കട്ടി വേണം എടുക്കാൻ. നമ്മൾ പിന്നെ പരത്തുമ്പോൾ ഈ എൻ്റെ ഭാഗം ഒരു ഷേപ്പില്ലാതെ കിട്ടും, എങ്കിലും കുഴപ്പമില്ല. ഈ ഒരു അളവിൽ വേണം നമ്മൾ പരത്തി എടുത്തിട്ട് മടക്കി വെക്കാനായിട്ട്. എന്നിട്ട് ഈ ഒരു അളവിൽ കട്ട് ചെയ്ത് എടുക്കണവേ. ലെയർ കണ്ട നല്ല ലെയറിൽ തന്നെയാണ് ഞാനിപ്പോൾ ഈ എടുത്തേക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാവേ. അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആ തുമ്പ് ഭാഗത്തെ കട്ട് ചെയ്തതാണ്. അതൊരു ഷേപ്പ് കാണത്തില്ലേ. ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുവേ. ഒരു 1.5 കപ്പ് മാവിൽ ഒരു 21 ബോളിക്കുള്ള മാവ് എടുത്തിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ രീതിയിൽ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോഴേ ഒരുപാടങ്ങ് അമർത്തി പരത്തരുതേ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ ഇതിൻ്റെ തട്ടുകളൊക്കെ ഉണ്ടല്ലോ, ആ ലെയറൊന്നും വിരിഞ്ഞ് വരത്തില്ലേ, ഒട്ടിപ്പോവേ. നമ്മൾ നേരം ചെറിയ രീതിയിലങ്ങ് അമർത്തി പരത്താത്ത രീതിയിൽ ചെറിയ രീതിയിലേ പരത്താവുള്ളൂ. ഒട്ട് കട്ടി കുറഞ്ഞിരിക്കുകയും വേണവേ. ഈ ഒരു പരുവത്തിൽ വേണേ നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ടേ. നമ്മളിത് പരത്തിയെടുക്കുമ്പം തന്നെ അതിൻ്റെ ലെയർ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു വരുവേ. അങ്ങനെ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാവേ. അങ്ങനെ എല്ലാം പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിൽ വേണേൽ നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ പിന്നെ കുറച്ചും കൂടെ വലിപ്പം വേണം, അതുപോലെ തന്നെ വീതിയിൽ നീളത്തിലും എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വലിപ്പത്തിനനുസരിച്ച് എടുത്താൽ മതിയേ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇടത്തരം മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇതിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ പുറംഭാഗം പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവേ. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ പുറംഭാഗം കരിഞ്ഞു പോയിട്ട് നമ്മൾ ഉൾഭാഗം പെട്ടെന്ന് അത് വേവാതിരിക്കുവേ. ഇത് ഓയിലോട്ടിട്ട് പെട്ടെന്ന് തന്നെയാണ് ഇത് കുക്കാവുന്നതുവേ. ലെയറെല്ലാം പെട്ടെന്ന് തന്നെ തെളിഞ്ഞു വരികയും ചെയ്യും. കണ്ട, നമ്മൾ ആ എണ്ണ തിളയ്ക്കുമ്പം തന്നെ ഓരോ ലെയർ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ. നമ്മൾ ഇതിൻ്റെ ഈ ഒരു കളറൊന്ന് ചേഞ്ച് ആകുന്ന സമയത്ത് വേണം നമ്മൾ ഓയിലിൽ നിന്നൊന്ന് കോരിയെടുക്കേണ്ടത്. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോൾ മാത്രമേ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുള്ളൂ. എന്നാലും കറക്റ്റ് പരുവമാണ്. നമ്മളിന്നുണ്ടാക്കുന്ന ഈ മടക്കുമുളയ്ക്ക് പിന്നിൽ ഒരു കൗതുകമുണർത്തുന്ന ഒരു ചരിത്രമുണ്ട്. പണ്ട് കാലത്ത് കായംകുളം രാജാവിൻ്റെ കൊട്ടാരത്തിലും പ്രദേശത്തെ പ്രമാണികളുടെ വീട്ടിലും വിരുന്നുകാരെ സൽക്കരിക്കാൻ ഉണ്ടാക്കിയിരുന്ന ഒരു പ്രൗഢമുള്ള പലഹാരമായിരുന്നു ഇത്. സാധാരണക്കാർക്ക് അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നായിരുന്നില്ല അന്ന് ഈ മടക്കുപോളി. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഈ ഭാഗങ്ങളിൽ കല്യാണ നിശ്ചയത്തിനും പെണ്ണ് കാണലിനും പെണ്ണ് വീട്ടുകാർ ചെക്കൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു ചായ സൽക്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് ഈ മടക്കുപോളിയായിരുന്നേ. ഇതിൻ്റെ ആകൃതിയിലേറും കാരണം ഒരു കാലത്ത് ഇതിനെ റോസ് പോളി എന്നും ചിലയിടങ്ങളിൽ വിളിച്ചിരുന്നേ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചില മധുര പലഹാര നിർമ്മാതാക്കൾ വഴിയാണ് ഇത് നമ്മുടെ നാട്ടിലേക്ക് എത്തിയതെന്നും പിന്നീട് നമ്മുടെ തനത് ശൈലിയിലേക്ക് മാറ്റി നമ്മൾ ഇതിനെ മടക്കി ഉണ്ടാക്കി മടക്കുപോളിയാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ മലബാർ പലഹാരങ്ങളെക്കുറിച്ചും തിരുവനന്തപുരത്തെ ബോളികളെക്കുറിച്ചും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്നാൽ ഈ മടക്ക് ബോളി അല്ലെങ്കിൽ മടക്ക് സാൻ എന്ന് പറയുന്നത് നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ, പ്രത്യേകിച്ച് ആലപ്പുഴ, കായംകുളം, ഹരിപ്പാട് ഭാഗത്തെ സ്വന്തം പാരമ്പര്യമാണ് ഇത്. ഇനി നമുക്ക് ഈ ബോളിയിലേക്ക് വേണ്ട പഞ്ചസാര പാനി എടുക്കാവേ. ഒരു 1/2 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് പാനിയാക്കി എടുക്കണവേ. ബോളിയെല്ലാം അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാവേ. പഞ്ചസാര പാനി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതല്ല, പഞ്ചസാര പാനിയിൽ നമ്മളിതൊന്ന് മുക്കിയായാലും മാറ്റിയെടുക്കുക. ഒത്തിരി നേരം നമ്മൾ പഞ്ചസാര മുക്കിയെടുക്കുകയാണെങ്കിൽ ഒത്തിരി നേരം വെച്ചേക്കരുത്, പെട്ടെന്ന് തന്നെ മുക്കുക, മാറ്റിയെടുക്കുക. അതല്ല, പഞ്ചസാര പാനി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതുമാണ്. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് പഞ്ചസാര പാനി ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഈ പഞ്ചസാര പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സെറ്റാവാനായിട്ടൊരു 5-10 മിനിറ്റ് എടുക്കുവേ. ഈ പഞ്ചസാര പാനി നമുക്ക് ഒരു നൂൽ പരുവത്തിൽ വേണം എടുക്കാൻ. ഒറ്റ നൂൽ പരുവം ഉണ്ടല്ലോ, ഒറ്റ നൂൽ പരുവത്തിന് വേണം ഈ പാനി എടുക്കാനായിട്ട്. ഇതേ രീതിയിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ തിരിച്ച് മറിച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് ആ പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ പഞ്ചസാര പാനി ഒഴിക്കാതായാലും നമുക്ക് ഈ ബോളി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ നല്ല ക്രിസ്പിയായ നല്ല മധുരമുള്ള മടക്ക് ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഓരോ ലെയറുകളും എത്ര ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. ഒട്ടും എണ്ണ കുടിക്കാതെ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും
നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ല അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.